പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മെയ് മാസം 19 ഹല്ലേലൂയ സ്തോത്രം. ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ആ നല്ല കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതി നമ്മളെ ഉണർത്തിയതിനായിട്ട് കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറയാം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ് എനിക്ക് ചെയ്തിരിക്കുന്ന നന്മകൾക്ക് ഞാൻ എന്ത് ചെയ്യും? കർത്താവിന് നന്ദി പറയും, കർത്താവിന് സ്തോത്രം കരയും. ഈ പ്രഭാതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം നടത്തിയതിന് സ്തോത്രം, കഴിഞ്ഞ രാത്രികാലം നടത്തിയതിന് സ്തോത്രം, ഈ രാവിലെ ഉണർത്തിയതിന് സ്തോത്രം. ഇനി ഈ പകൽക്കാലം അത്ഭുതകരമായി കർത്താവ് നമ്മളെ നടത്താൻ പോവുകയാണല്ലോ. ജയോത്സവമായി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് കർത്താവ് എന്നെ ജയോത്സവമായി നടത്തും, അത്ഭുതകരമായി നടത്തും, ശ്രേഷ്ഠമായി നടത്തും. ആ ബോധ്യമുള്ളവർ പിന്നെയും കൈകൾ ഉയർത്തിയിട്ട് പറ, കർത്താവ് ഈ പകൽക്കാലം എന്നെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം. അങ്ങയുടെ ശക്തിയാൽ എന്നെ നടത്തുന്നതിന് സ്തോത്രം. അങ്ങയുടെ നിറവിനാൽ എന്നെ നടത്തുന്നതിന് സ്തോത്രം. എല്ലായിടത്തും കർത്താവ് എന്നെ അത്ഭുതമാക്കി തീർക്കുന്നതിന് സ്തോത്രം. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ, കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഒരിക്കലൂടെ പറ, എൻ്റെ യേശു നല്ലവനാകുന്നു, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. കർത്താവിന് സ്തോത്രം ചെയ്താട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ സകല ആവശ്യങ്ങളിലും അങ്ങ് കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഓരോ ദിവസവും അങ്ങ് അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്നല്ലോ, അതിനായിട്ട് നന്ദി പറഞ്ഞു. ഞങ്ങളുടെ കാലുകൾക്ക് ബലം തന്നതിന് സ്തോത്രം, ഞങ്ങളുടെ കൈകൾക്ക് ബലം തന്നതിന് സ്തോത്രം, ഞങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ച തന്നതിന് സ്തോത്രം, ഞങ്ങളുടെ കാതുകൾക്ക് കേൾവി തന്നതിന് സ്തോത്രം. കർത്താവെ, ആ വാ തുറന്ന് സംസാരിക്കുവാനുള്ള കൃപ തന്നിരിക്കുന്നതിന് സ്തോത്രം. കർത്താവ് തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. കർത്താവ് തന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലപ്പാ. ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിൻ്റെ കുഞ്ഞുങ്ങൾ ആമേൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങയുടെ പ്രത്യേക കൃപയുണ്ടാകണം, പ്രത്യേക കരുണയുണ്ടാകണം. കർത്താവ് അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാനസികമായി തകർന്നിരിക്കുന്നവരുണ്ട്. കർത്താവെ, അവർക്ക് ആശ്വാസം കൊടുക്കണമേ, മനസ്സ് ബലപ്പെടട്ടെ. അപ്പോൾ എൻ്റെ മനസ്സ് തകർന്നു പോയ വലിയ പ്രയാസമല്ലേ? ഇന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. മനസ്സ് ഇടിഞ്ഞിരിക്കുന്നവർ, അവൻ തകർന്ന് നുറുങ്ങിയിരിക്കുന്നവർ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സ്വസ്ഥത അനുഭവിക്കട്ടെ. അവൻ പല വിഷയങ്ങളാൽ ഹൃദയം കലങ്ങി മറിഞ്ഞ് പ്രയാസപ്പെട്ടിരിക്കുന്നവർ ഇന്ന് ആശ്വാസം അനുഭവിക്കട്ടെ, സമാധാനം അനുഭവിക്കട്ടെ, ഭയം മാറിപ്പോകട്ടെ, നിരാശ മാറിപ്പോകട്ടെ. ആമേൻ. അഗ്നികുണ്ഡത്തിൽ മൂന്നാമനായി നാലാമനായി ഇറങ്ങി വന്ന ഞങ്ങളുടെ കർത്താവ് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ അവരുടെ പ്രതിസന്ധികളുടെ നടുവിൽ യേശുവിനെ കാണുവാൻ, ദൈവപുത്രനെ കാണുവാൻ അവരെ സഹായിക്കണമേ. സമാധാനം കൊടുത്താട്ടെ, സ്വസ്ഥത കൊടുത്താട്ടെ. പ്രശ്നങ്ങളുടെ നടുവിൽ യേശുവിനെ കാണുവാൻ കർത്താവ് സഹായിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ കൈവിടുകയില്ലെന്ന് അങ്ങ് പറഞ്ഞതാണ്. ആ വചനപ്രകാരം കർത്താവെ, അവരെ ആശ്വാസം പ്രാപിക്കട്ടെ, സമാധാനം പ്രാപിക്കട്ടെ. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ആശ്വാസം കണ്ടെത്തുവാൻ കർത്താവിനെ കാണുവാൻ ഇടവരണമേ, കർത്താവിനെ കാണുവാൻ ഇടവരണമേ. ഹല്ലേലൂയ. കലങ്ങിപ്പോകരുതേ, നിരാശപ്പെട്ടു പോകല്ലേ. കർത്താവിൻ്റെ കരം പ്രവർത്തിക്കണമേ. പ്രത്യേകിച്ച് അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകലവും നമുക്ക് അനുകൂലമായി തീരട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ, സകലവും അനുകൂലമായി തീരട്ടെ. ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കരം ഇടപെടേണ്ടവരോട് ഇടപെട്ടാട്ടെ, അധികാരികളോട് ഇടപെട്ടാട്ടെ. അങ്ങയുടെ വചനം പറയുന്നല്ലോ, രാജാവിൻ്റെ ഹൃദയം അങ്ങയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കേണ്ടവരുടെ ഹൃദയത്തെ കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. അവരോട് കർത്താവ് ഇടപെടുന്നതിനായിട്ട് സ്തോത്രം. അത് നമുക്ക് അനുകൂലമാക്കി തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവ് രോഗത്താൽ ഭാരപ്പെടുന്നവർ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കാൽമുട്ടുകളുടെ വേദന വിട്ടുപോകട്ടെ.
ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ആ കാൽമുട്ടുകളുടെ വേദന ആമേൻ അത്ഭുതകരമായി ഇപ്പോൾ സൗഖ്യമാകട്ടെ. സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം കർത്താവേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം. പ്രതിസന്ധികളുടെ നടുവിൽ തൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അതുപോലെ ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് എൻട്രൻസ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാകട്ടെ കർത്താവേ. ഹയർ സ്റ്റഡീസിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. അവർക്ക് ആവശ്യമായ ആമേൻ മാർക്ക് ലഭിക്കട്ടെ, ആവശ്യമായ റാങ്ക് ലഭിക്കട്ടെ, ആവശ്യമായ അവരാഗ്രഹിക്കുന്ന ഇടങ്ങളിൽ അഡ്മിഷൻ ലഭിച്ച് കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ലോകവ്യാപകമായി അങ്ങയുടെ വേലയിലായിരിക്കുന്നവരെ ആദരിക്കണം, ഉയർത്തണം. അവരുടെ സകല ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപയുണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. വലിയൊരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്തല്ലോ. ഇന്നും കർത്താവെ നാളെ വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കാം. യേശു പറഞ്ഞ കാര്യങ്ങളാണ്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല? സ്വന്തമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. മനസ്സിലായല്ലോ? അപ്പോൾ കർത്താവ് എന്ന് പറയുക, നമ്മൾ കർത്താവിൻ്റെ വിസിറ്റിങ്ങിന് ചെല്ലാനല്ല കർത്താവ് വിളിച്ചത്. കർത്താവ് നമ്മളെ വിളിച്ചത് അവനിൽ വസിക്കുവാൻ. അതാണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന ബന്ധമാണ്. അവനിൽ നമ്മൾ വസിക്കണം. അവനിൽ വസിക്കുന്നുവെങ്കിൽ കർത്താവ് പറയാം, ഞാൻ നിങ്ങളിലും വസിക്കും. അതാണ് അത്യുന്നതൻ്റെ മറവിൽ വസിക്കാനാണ് പറഞ്ഞത്. ആമേൻ. പ്രശ്നം വരുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ ആവശ്യങ്ങളുള്ളപ്പോൾ മാത്രമല്ല, വിസിറ്റിംഗ് അല്ല നമ്മളോട് കർത്താവ് പറഞ്ഞത്, അവനിൽ വസിക്കണം. ഇന്ന് ദൈവമക്കളെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആഹ്വാനം ചെയ്യും. നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം വളരെ ഇമ്പോർട്ടൻ്റ്. ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടിച്ചെല്ലുന്ന ബന്ധമല്ല. നമ്മളിപ്പോൾ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളെ നടത്താനാണോ? അത് ബന്ധം കൊണ്ടല്ല, നമ്മുടെ ആവശ്യം കൊണ്ടാണ്. മറിച്ച് ദൈവത്തെ സ്നേഹിക്കുക, യേശുവിനെ സ്നേഹിക്കുക, നല്ല ബന്ധം കർത്താവുമായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ അവൻ്റെ ശക്തി നിങ്ങളിലൂടെ ഒഴുകുവാൻ തുടങ്ങും. അതാ പറഞ്ഞത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. മുന്തിരിവള്ളി കൊമ്പും രണ്ടും ഒന്നിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് മുന്തിരി കൊമ്പിൽ ഇങ്ങനെ മുന്തിരിങ്ങ ഉണ്ടായി നിൽക്കുന്നത്. കാരണം മുന്തിരിയിൽ നിന്ന് വരുന്നതാണ് മുന്തിരിങ്ങ ഫലം. അത് ഈ കൊമ്പും മുന്തിരിവള്ളിയും കൂടെ ഒന്നായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അതിനകത്തുനിന്ന് ഫലം പുറത്തു വരുന്നത്. ഇത് മുറിച്ച് കളഞ്ഞാലോ ഫലമുണ്ടാകത്തില്ല. ഇതുപോലെ നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല യേശുവിനെ സ്നേഹിക്കേണ്ടത്. ആവശ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അത് നമുക്ക് ആവശ്യങ്ങൾ നടത്തി തരുന്ന ഒരാളായിട്ടല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ സ്നേഹിക്കുക, അവനോടുകൂടി ഒന്നായി ജീവിക്കുക. അവനിലുള്ളതെല്ലാം നിങ്ങളിലൂടെ ഒഴുകുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രഭാതി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കർത്താവിനോട് ഒന്നായി ജീവിപ്പാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. എങ്ങനെ നമുക്ക് ഒന്നാകാൻ പറ്റും? അവനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. നിരന്തരം അവനോട് സംസാരിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. ഫെലോഷിപ്പാണ്. പ്രാർത്ഥന നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരണേ എന്ന് 100 പ്രാവശ്യം പറയുന്നതല്ല പ്രാർത്ഥന. യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങയുടേതാകുന്നു. അങ്ങൊഴികെ എനിക്കൊരു നന്മയില്ല. എനിക്ക് എന്തൊക്കെയുണ്ടോ എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങയുടേത്, എൻ്റെ ചിന്തകൾ മൊത്തം അങ്ങയുടേത്, എൻ്റെ വാക്കുകൾ മുഴുവൻ അങ്ങയുടേത്, ഞാൻ സകലതും അങ്ങേക്കാ സമർപ്പിക്കുന്നു. ഞാൻ അങ്ങിലാ ട്രസ്റ്റ് ചെയ്യുന്നത്. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം. അങ്ങനൊന്ന് ജീവിച്ചു നോക്കി. ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ആവശ്യങ്ങളുടെ കൂമ്പാരം കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാതെ, കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമേ, അങ്ങനെ വസിക്കുന്നതിന് നന്ദി, അങ്ങനിലൂടെ ഒഴുകുന്നതിന് നന്ദി എന്ന് പറഞ്ഞ് ഒന്നാകുന്ന ഒരു അനുഭവം, അവനുമായിട്ട് ഒന്നാകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ഒന്നും ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട വരത്തില്ല, ഒന്നും ഓർത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട വരത്തില്ല. അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളെ കൈപിടിച്ച് നിങ്ങളെ നടത്തും, നിങ്ങളെ അത്ഭുതമാക്കാൻ തുടങ്ങും. അതുകൊണ്ട് പ്രാർത്ഥനയും ദൈവവചനം, അവനെ കൂടുതൽ അറിയുക. അവനോട് ഒന്നായി തീരണമെങ്കിൽ അവനെ കൂടുതൽ അറിയണം. അതെങ്ങനെ സംഭവിക്കും? ദൈവവചനം വായിക്കുക. ദൈവവചനം വായിക്കുന്നത് പേടിച്ചിട്ടായിരിക്കല്ലോ. എനിക്ക് യേശുവിനെ അറിയുവാൻ, യേശുവിനോടുള്ള സ്നേഹം, യേശുവിന് പ്രസാദകരമായി ജീവിപ്പാൻ എനിക്ക് എന്ത് വേണം? ദൈവവചനം വേണം. അതിനുവേണ്ടി ആയിരിക്കണം ദൈവവചനം വായിക്കുക. ആരാധനയ്ക്ക്
പോകുന്നതിന് വേണ്ടിയാണ്. ആമേൻ. പേടിച്ചിട്ടല്ല ആരാധനയ്ക്ക് പോകുന്നത്. ആരാധനയ്ക്ക് പോകുന്നതും യേശുവിനോടുള്ള സ്നേഹം. എനിക്ക് വേണ്ടി ജീവൻ തന്നവനെ ഞാൻ ആരാധിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഓർത്തോണം, നമ്മുടെ ലൈഫ് മാറാൻ തുടങ്ങുക. അതുകൊണ്ട് മുന്തിരിവള്ളിയും കൊമ്പും ഒന്ന് ഓർത്ത് നിങ്ങൾ മനസ്സിൽ നിന്ന് കൊണ്ടു നടക്കണം. അതുപോലെ ആയിരിക്കണം നമ്മളും യേശുവുമായിട്ടുള്ള ബന്ധം. ആ ഒരു ബന്ധത്തിൽ അത്ഭുതകരമായി ജീവിപ്പാൻ കർത്താവ് എന്നെ സഹായിക്കട്ടെ. ഡീപ്പ് റിലേഷൻഷിപ്പ്, ഡീപ്പ് ഇൻറ്റിമസി, ആഴമേറിയ ബന്ധത്തിൽ ജീവിപ്പാൻ കർത്താവ് ഇന്ന് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം യേശുവുമായിട്ട് ആഴമേറിയ ബന്ധം, പിരിയാൻ കഴിയാത്ത ബന്ധം, ആമേൻ, പറ്റിച്ചേർന്ന ബന്ധം, ഒന്നായി നിൽക്കുന്ന ബന്ധത്തിലേക്ക് വരട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങനെയുള്ളവർ അസാധാരണ കാര്യങ്ങൾ ചെയ്യും, അങ്ങനെയുള്ളവർ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ളവരിലൂടെയാണല്ലോ ഫലങ്ങൾ ഒഴുകുന്നത്. ആ ഒരു അനുഭവത്തിലേക്ക് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും എത്തിച്ചേരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവി നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.